മമ്മൂക്കയുടെ പടം ഇറങ്ങുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിൻ്റെ ആ എക്സ്പെരിമെൻറ്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത്. അത് നൻപകൽ നേരത്ത് മയക്കമാണേലും ഏറ്റവും ഒടുവിൽ കാതലാണേലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് മമ്മൂക്ക എടുക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ നിർഭാഗ്യവശാൽ ലാലിൻ്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും ലാൽ എപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തെ അല്ല, ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഈ ഒരു കാര്യം ഏതാണ്ട് ശരിയല്ലേ? മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രം അത്ര മോശം സിനിമയൊന്നുമല്ല. ആളുകൾ അതിനെ ട്രീറ്റ് ചെയ്ത രീതികൾ മാറിപ്പോയി എന്നേ ഉള്ളൂ. ഇപ്പൊ മമ്മൂക്ക ആയിരുന്നു ഈ ഒരു സിനിമ ചെയ്തിരുന്നേൽ മേ ബി മലക്കോട്ടെ വാലിബന്റെ അവസ്ഥ വേറൊന്നായിരിക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നേരെ പോയേക്കാം. മലക്കോട്ടെ വാലിബൻ അത്ര മോശം സിനിമയാണോ? എനിക്ക് പേഴ്സണലി അല്ല എന്ന് തന്നെയാണ്. ചിലപ്പോൾ OTT റിലീസ് കഴിഞ്ഞ് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാവും. അതിലെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ വേറൊരു മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു സിനിമയെ ആളുകൾ ട്രീറ്റ് ചെയ്ത രീതി മാറിപ്പോയി. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. തലേ ദിവസം DJ ഒക്കെ നടത്തി ഒരു മാസ് സിനിമയെ വരവേൽക്കുന്ന പോലെയാണ് എല്ലാവരും ഇതിനെ കാത്തിരുന്നത്. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ ടിനു പോപ്പച്ചന്റെ ലാലേട്ടന്റെ ഇൻട്രോയെ കുറിച്ചുള്ള ഡയലോഗ്സ് ഒക്കെ അത്ര വൈറലായിട്ടുണ്ടായിരുന്നു. പിന്നെ വിജയ് ബാബുവിന്റെ ഇൻട്രോയിലാണെങ്കിൽ ലിജോയുടെ ഒരു അടിപ്പടം എന്നായിരുന്നു പറച്ചില്. ഈ കാര്യങ്ങളൊക്കെ അത്ര വൈറലായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ലാലേട്ടൻ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത് ആഘോഷിക്കപ്പെട്ട് വരേണ്ട ഒരു സിനിമ ആയിരുന്നില്ല. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന ഡയറക്ടറും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടുമില്ല. ഈ ഒരു കാര്യത്തിൽ മമ്മൂക്ക ഫാൻസിനെ സമ്മതിക്കണം. ഒരു പടത്തെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയാണ് അവർ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ബ്രഹ്മയുഗം. ബ്രഹ്മയുഗത്തിന്റെ ഫാൻ ഷോ ഞാൻ കണ്ടത് 9:30-ക്കാണ്. ഒരു ആഘോഷവും കാര്യങ്ങളും ഒന്നുമില്ലാതെ കണ്ടിറങ്ങി. പടം ഇഷ്ടപ്പെടുകയും ചെയ്തു. പടം കുറച്ച് സ്ലോ ആണെങ്കിലും അത് നമ്മൾ നേരത്തെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്ക് ഏത് റോള് വേണേലും ചൂസ് ചെയ്യാം. ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ലാലേട്ടന്റെ കാര്യത്തിൽ അതല്ല നടക്കുന്നത്. മുൻവിധികളാണ് ലാലേട്ടന്റെ പടത്തെ കുറിച്ച്. അങ്ങനെ ഇല്ലാതെ വന്ന പടങ്ങൾ നല്ലപോലെ വിജയിച്ചിട്ടുണ്ട്. റീസെന്റ് നേര് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഹോപ്പോ കാര്യങ്ങളോ ഇല്ലാതെ പോയി കണ്ടൊരു ചിത്രമാണ്. നല്ല രീതിയിൽ ഹിറ്റായിട്ടുണ്ട്. പടത്തിന്റെ ക്വാളിറ്റി വെച്ചാണ് ഹൈപ്പ് കയറേണ്ടത്, അല്ലാതെ മറ്റാരെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചല്ല. ഇപ്പോൾ ഫാൻസുകാരാണേലും അത് മനസ്സിലാക്കി വേണം ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ വെക്കാൻ. ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് ഫാൻ ഷോ വെച്ച് എന്തായിരിക്കും അവസ്ഥ? 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക്. അതുപോലെ തന്നെയാണ് മലക്കോട്ടെ വാലിബന്റെ അവസ്ഥയും. അല്ലെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൊമേഴ്ഷ്യലി പടം എടുക്കുന്ന ആളായിരിക്കണം. നല്ല പടം ചെയ്യുന്ന പോലെ പ്രൊഡ്യൂസറിന് കാശ് കിട്ടണമെന്ന് വിചാരിച്ച് പടം എടുക്കുന്ന ആളായിരിക്കണം. ഇത് നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഇല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.